തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യം കേരള ആർട്ടിസാൻസ് വുമൺസ് ജില്ലാ കൺവെൻഷൻ നടന്നു. സ്ത്രീകളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും തയ്യൽ തൊഴിലാളി പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനവ് തടയാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും വർദ്ധനവിലൂടെ ലഭിക്കുന്ന അധിക നികുതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള ആർട്ടിസാൻസ് വുമൺ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ NSS ഹാളിൽ നടന്ന കൺവെൻഷൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ദേവി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ നമുക്ക് നിഷേധിച്ച ഒരു കാലമായിരുന്നു. അതായത് ജന്മി കുടിയാൻ ബന്ധം എല്ലാം ജന്മികൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്നും കേരളത്തെ കേരളമാക്കി മാറ്റിയെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ ത്യാഗത്തിന്റെയും സമരത്തിന്റെയും ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന ഇതൊക്കെ തന്നെ ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. 1957 സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആലോചിച്ച് പറയാം, ബാലറ്റ് പെട്ടിയിലൂടെ ആദ്യം വന്ന ഒരു മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 സഖാവ് EMS ആയിരുന്നു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങളൊക്കെ തന്നെ അവരുടെ അവകാശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നു. വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. കാരണം സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം കൊണ്ടുവന്നതിന്റെ ഭാഗമായി തന്നെ എല്ലാവർക്കും 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ജില്ലാ കൺവീനർ VT ശാന്ത അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന ട്രഷറർ KK ഹരിക്കുട്ടൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KN പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV കൃഷ്ണൻ, C തമ്പായി, K സുനിത, TP രജനി എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PK വിജയൻ സ്വാഗതവും ഏരിയ സെക്രട്ടറി KK പത്മാവതി നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ചെയർമാനായി VP ശാന്തയെയും വൈസ് ചെയർമാനായി K പത്മാവതിയെയും കൺവീനറായി TP രജനിയെയും ജോയിന്റ് കൺവീനറായി K സുനിതയെയും ട്രഷററായി K സത്യഭാമയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.